നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയെ കുറിച്ചായാലും നമ്മൾ പറഞ്ഞിരുന്ന ഒരു ലോങ് ടൈം വ്യൂ എപ്പോഴും ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ ആയാലും ഇനി 22,710 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. നിഫ്റ്റിയുടെ ആയാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്തിരുന്നതും 22,710 തന്നെയാണ്. നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഇപ്പോൾ നമ്മൾ പറയാറുള്ളതാണ്, ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിലാണോ റെസിസ്റ്റൻസിലാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലാണ് റൈറ്റ് ആയിട്ട് ഒരു എൻട്രി നമുക്കത് കിട്ടുക. 22,575 ഹോൾഡ് ചെയ്തുകൊണ്ട് ഓപ്പണിംഗ് ക്യാനിൽ തന്നെ തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ചെയ്തിരുന്നു. പക്ഷെ നിഫ്റ്റിക്കയിൽ ഇവിടെ 22,650 തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഉണ്ട്. 650 അടുത്തുനിന്ന് ഒരു പ്രഷർ മാർക്കറ്റിൽ വന്നിരുന്നു. അതിനുശേഷം ഒരു സൈഡ് വൈസ് ഒരു മൊമെന്റ് ആയിരുന്നു. സി സൈഡിലൊക്കെ ഹൈ പ്രീമിയം ഉള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻസിന്റെ ഒക്കെ ഒരു മൊമെന്റം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം അല്ലായിരുന്നു. പക്ഷെ എക്സാക്ട് ആയിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചാണ് മാർക്കറ്റ് വർക്ക് ചെയ്തിരുന്നത്. 22,710 അടുത്തുനിന്ന് തന്നെ തുടക്കത്തിൽ ഒരു പ്രഷർ വന്നു. അതിനുശേഷം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയെങ്കിലും 710 മുകളിലേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യാൻ 710 റൈറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയായാലും ഒരു സൈഡ് വൈസ് ഒരു മൊമെന്റ് ആണ്. പക്ഷെ ഷോർട്ട്സിന്റെ തന്നെയാണ് ഇതിന്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഒരു താഴെ എപ്പോഴും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. അതിനുശേഷമായാലും നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,650 റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയുടെ അടുത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഹയർ ലെവല് രണ്ട് റെസിസ്റ്റൻസുകൾ ഉണ്ട്. ഇന്ന് നൽകിയിരിക്കുന്ന 22,710 റെസിസ്റ്റൻസ് ആണ്. അതിനുശേഷം 22,775. അപ്പൊ ഇത് രണ്ടും ഹയർ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്കും നമ്മൾ നിഫ്റ്റി 700-800 റേഞ്ച്, ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് സെല്ലേഴ്സിന്റെ ഒരു ഏരിയ ആണ്. പ്രോഫിറ്റ് ബുക്കിന് സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലായാലും ഇതിന്റെ ഒരു മുകളിലേക്ക് ഇനി ഒരു ക്ലോസിങ് നിലനിർത്തിയാലാണ് നിഫ്റ്റിക്കായാലും അടുത്തൊരു ബൈ മൊമെന്റത്തിന് ഒരു സാധ്യത കാണുന്നത്. പക്ഷെ അതുവരെ ഇൻട്രാഡേയിൽ ഈ ഒരു ലെവൽ എത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത് സ്ട്രോങ് ആയിട്ടുള്ള അതായത് കറന്റ് ട്രെൻഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യമായിട്ടുള്ള ഒരു ലെവലാണ്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 22,710 ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 710 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമില് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ 775 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം. കാരണം ഇതിന്റെ താഴത്തേക്ക് വന്നാൽ വീണ്ടും റിവേഴ്സലാകും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 710 മുകളിൽ ഓപ്പൺ ചെയ്താലും ഓപ്പണിംഗ് ക്യാനിൽ തന്നെ 710 താഴത്തേക്ക് ഒരു ക്ലോസ് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. കാരണം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 22,700 ആണ്. 710 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ നമുക്ക് സപ്പോർട്ട് നോക്കാം. ലോവർ ലെവലിൽ ഞാൻ ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇന്നത്തെ ലോയാണ്. അപ്പൊ ഈ ഒരു ലെവലാണ്, അതായത് 22,635. അപ്പൊ 635 താഴെ സപ്പോർട്ട് എടുക്കുന്നത് 22,575 ആണ്. അപ്പോൾ നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 22,635 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 575 ഹോൾഡ് ചെയ്യുന്നുണ്ട് നോക്കുക. ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് നടത്തുക. 575 താഴെ സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും സെൽ ആക്റ്റീവ് ആകും. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ലോവർ ലെവൽ സപ്പോർട്ടുകൾ വർക്ക് ചെയ്യും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 635 ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യുക. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവല് റെസിസ്റ്റൻസ് ഇത് തന്നെയാണ് റെസിസ്റ്റൻസ്. പക്ഷെ ഇതിന്റെ ഒരു മുകളിൽ ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. കാരണം ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി കുറച്ചും കൂടി ഇത് മാത്രമല്ല റെസിസ്റ്റൻസ്, ഹയർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസുകൾ ഉണ്ട്. ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ബൈർ ഓപ്പർച്യൂണിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിന്റെ താഴത്തേക്ക് ഒരു ക്യാനൽ ക്ലോസ് ചെയ്യാതെ
ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിനൊരു താഴെയാണെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. 22,500 താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 485 സപ്പോർട്ടാണ്. ലോവർ ലെവൽ സപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം സപ്പോർട്ടുകളിൽ ആക്ട് ചെയ്യേണ്ട രീതികൾ പറഞ്ഞിട്ടുണ്ട്. അതേ രീതികൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ലെവലാണ് നിൽക്കുന്നത്. കാരണം ഇതിന്റെ ഒരു താഴത്തേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താലാണ് ബാങ്ക് നിഫ്റ്റി കുറച്ചൊരു വീക്ക്നെസ് വരുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് 49,000. ഇത് ഇങ്ങനെ എടുത്തിരിക്കുന്നത് 49,000 ഹോൾഡ് ചെയ്തുകൊണ്ട് 49,060 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ലെവൽ യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും. 49,000 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. സ്റ്റോപ്പ് ലോസ് 49,060 വർക്ക് ചെയ്യുക. അതായത് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഇതിന്റെ ഒരു താഴെയാണെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഫാള് വരും. പക്ഷെ 49,000 ഹോൾഡ് ചെയ്ത് 49,060 മുകളിലാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ ഹയർ ലെവലാണെങ്കിൽ 49,410 റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇൻ കേസ് ഈ ഒരു റേഞ്ചിന്റെ ഇടയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് പ്ലാൻ ചെയ്യുക. 49,410 താഴെ വീക്ക്നെസ് ആണ്. ഇതിന്റെ മുകളിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. പക്ഷെ റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് വരുന്നത് 49,600 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ, ഫിൻ നിഫ്റ്റിയിലും മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഈ ഒരു ലെവലാണ്. 21,750 റേഞ്ചിലാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിന്ന് ഫിൻ നിഫ്റ്റിയിലും ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലും ഇന്നത്തെ ഒരു ഓപ്പണിങ് ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് 21,900 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു മുകളിലായിരുന്നു ഫിൻ നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. ഇത് 21,900 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും മാർക്കറ്റ് ഒരു സൈഡ് വേസ് ഒരു മൊമെന്റ് ആയിരുന്നു. സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റോ ഡൗൺ മൂവ്മെന്റോ കിട്ടിയിരുന്നില്ല. ഒരു ഓപ്പണിങ്ങിന്റെ ആ ഒരു സമയത്ത് മാത്രമാണ് ആ ഒരു അപ്പ് മൂവ്മെന്റ് കിട്ടിയിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്കൊരു ഫിൻ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിൻ നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 21,920, പിന്നെ അതിനുശേഷം 22,020, അതിനുശേഷം ഇമ്പോർട്ടന്റ് സപ്പോർട്ടായിട്ട് 21,750 ആക്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതനുസരിച്ചായിരിക്കണം ബൈയുടെ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയോ എടുക്കേണ്ടത്. ഓപ്പൺ ചെയ്യുന്നത് ഇതിന്റെ ഒരു താഴെയാണെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. 21,750 മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിരിക്കും. ഇൻട്രാഡേയിൽ വരും ദിവസങ്ങളിൽ ബൈയിൽ നിലനിൽക്കണോ ഷോർട്ട്സിൽ നിലനിൽക്കണോ തീരുമാനിക്കുന്നത് ഈ ഒരു സപ്പോർട്ടായിരിക്കും. ബാക്കി വരുന്ന സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന സപ്പോർട്ടുകൾ ഫോളോ ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരുന്ന ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയർ കമ്പനി പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.